എന്താ വേണ്ട നിനക്ക്? ചപ്പയിച്ച്. എന്താണ്? കോക്കനട്ടോ? ഇതിലിപ്പോ അച്ഛനാണല്ലോ. ഐസ്ക്രീമിൻ്റെ പരീക്ഷണങ്ങൾ ഞാൻ വീട്ടിൽ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് തന്നെയാണ് കൂടുതൽ ചെയ്തത്. ഒരുപാട് ചെയ്ത് നോക്കി, പല രീതിയിൽ ചെയ്ത്. മാംഗോ കിട്ടുന്ന സമയത്ത് മാംഗോ ചെയ്തിരുന്നു. മാംഗോ വെച്ചൊക്കെ സക്സസ് ആയിരുന്നു. പിന്നെ സക്സസ് ആവായി അല്ല, ചെറിയ പ്രശ്നങ്ങൾ. അതായത് പാലും മധുരം ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് വരും. പിന്നെ എന്ത് ഫ്ലേവറാണ് ചേർത്ത് ടേസ്റ്റ് വരും. പക്ഷേ ആ ഐസ്ക്രീമിൻ്റെ സ്ട്രക്ചർ വരുത്താനായിരുന്നു പണി. അപ്പോൾ അതങ്ങനെ പല പരീക്ഷണങ്ങളും ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇല്ല ഞാൻ അച്ഛന്ന് വന്നിരിക്കുന്നത്. ഞങ്ങളൊരു എന്തുണ്ടാക്കാനാണ് അച്ഛൻ? എന്ത് വീഡിയോ ആണ്? ഹെൽത്തി വ്ളോഗ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കുകയാണ്. അപ്പോൾ എന്താ സാധനത്തിൻ്റെ പേര് ഞാൻ പറയില്ല, പേര് പറഞ്ഞാൽ ആകെ സീനാവും. അപ്പോൾ ഞാൻ നമ്മളിങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ എഴുതി കാണിച്ചു തരാം. ഇതാണ് ഇന്നത്തെ സാധനം. റെഡി അല്ലേ? നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ? റെഡി? എച്ച് റെഡി? എന്നാ വാ. ഇറക്കി തരും വേണോ? ഒറ്റക്ക് ഇറങ്ങാൻ വയ്ക്കില്ല? വലിയ സ്റ്റൂളിലാണ് കയറി നിൽക്കണല്ലേ? അച്ചൂസ് പറഞ്ഞ പോലെ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നമുക്ക് അതിന് ആദ്യം വേണ്ടത് നമ്മൾ ടെൻഡർ കോക്കനട്ട് ആണ്. അപ്പോൾ അതിന് നമുക്ക് ഇളനീരിടാം. ഇളനീരിടണമെങ്കിൽ നമ്മുടെ എന്താ മുന്നിലൊരു തെങ്ങുണ്ട്, അതുകൊണ്ടാണ് ചെറിയ തോട്ടി പിടിച്ചിരിക്കുന്നത്. ഇത് ഇളനീരിന് വേണ്ടി മാത്രം വളർത്തുന്ന തേങ്ങകളാണ്. അത് മൂത്ത് കഴിഞ്ഞ രസം ഉണ്ടാവില്ല. 18 പട്ട 2. അപ്പോൾ അതെ ഇത്ര വലിപ്പമുള്ളൂ. അതുകൊണ്ടാണ് ഇത് 4 5 ഒക്കെ ഇട്ടത്. ഇനി ഇത് വെട്ടാം. അപ്പോൾ ഇളനീര് വെട്ടി നമ്മൾക്ക് അതിൻ്റെ കാമ്പാണ് ആവശ്യം. കാമ്പെന്ന് പറയുമ്പോൾ കുറച്ച് ദശ കട്ടിയുള്ള കാമ്പാണ് നല്ലത്. വളരെ ടെൻഡറായിട്ടുള്ള കാമ്പ് കൊണ്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ കുറച്ച് ദശ കട്ടി ഉണ്ടാവുക. പക്ഷേ അപ്പോൾ അതിനനുസരിച്ച് വെള്ളം കുറവായിരിക്കും. വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കില്ല. വെള്ളം കളയണമെന്നല്ല, വെള്ളം നമുക്ക് കുടിക്കാം. അപ്പോൾ അങ്ങനെ വെള്ളം ചോർത്തിയെടുത്ത ശേഷം തേങ്ങ നടുകെ വെട്ടിപ്പൊളിച്ച് കാമ്പ് അടർത്തിയെടുക്കണം. നമ്മളിവിടെ 3 തേങ്ങയുടെ കാമ്പ് എടുത്തിട്ടുണ്ട്. 2 എണ്ണം വളരെ ടെൻഡറായിരുന്നു, അതുകൊണ്ട് വലിയ കാര്യമില്ല. ബാക്കി 3 എണ്ണത്തിൻ്റെയാണ് കാര്യമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇളനീര് വെട്ടിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞു. അച്ചൂസൊക്കെ ഒന്ന് ഉറങ്ങിയിട്ട് ചെയ്യാമെന്ന് ബാക്കി കരുതി. അവളോട് ഞാൻ വീഡിയോ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വെറുതെ വൈൻഡപ്പ് കാണിച്ച് അവൾ ഉറക്കി. ഭക്ഷണം കഴിച്ചാൽ ഉറങ്ങി. അപ്പോൾ ഇനി നമുക്ക് പരിപാടി നോക്കാം. അപ്പോൾ അത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു നമ്മുടെ ഇളനീർ കാമ്പ്. ഇനി ഇത് വെച്ചും ബാക്കി പാലും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കാം. അപ്പോൾ നമുക്കിനി വേണ്ടത് പാലാണ്. 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. 1 ലിറ്റർ പാൽ. ഇത് ഗുഡ് ലൈഫിൻ്റെ പാൽ. ഈ സാധാ മിൽമയുടെ പാൽ വാങ്ങിയാൽ മതിയായെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഈ ലോക്ക്ഡൗണിൽ വാങ്ങി ശീലിച്ചാണ് ഞാനിത്. കാരണം ഇതാകുമ്പോൾ കുറേ ദിവസം ഇരിക്കും. ഇത് പാൽ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ കറക്റ്റ് പാൽ തന്നെ. ഇൻഗ്രീഡിയൻസ് വേറെ കെമിക്കലും കാര്യങ്ങളും ചേർത്തായിട്ട് കാണുന്നില്ല. ടോണ്ട് മിൽക്ക് ഫാറ്റ് 3%, മിൽക്ക് SNF 8.5%. SNF പറഞ്ഞാൽ സോളിഡ് നോട്ട് ഫാറ്റ്, അങ്ങനെ എന്തോ ആണ്. അതായത് പാലിൻ്റെ വെള്ളം ഒഴികെ ബാക്കിയുള്ള പാലിൻ്റെ ഘടകങ്ങളെല്ലാം ചേർത്തതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മിൽമ പാലാകുമ്പോൾ 3 ദിവസം കൊണ്ട് തീരുമാനമാക്കണ്ടേ. 1 ലിറ്റർ പാലിൽ നിന്ന് കുറച്ച് നമുക്ക് മാറ്റി വെക്കണം. ഇതിലേക്ക് ചേർക്കാൻ തന്നെയാണ്, പക്ഷേ ബാക്കി നമുക്ക് ഇതിലിങ്ങനെ ഒഴിച്ച് അടുപ്പത്ത് വെച്ച് വറ്റിച്ചെടുക്കണം. ശരിക്കും ഈ പാലിൻ്റെ ആവശ്യമില്ല. ഇതെന്താ വെച്ചാൽ കണ്ടൻസ് മിൽക്ക് ആക്കാനാണിത്. കണ്ടൻസ് മിൽക്ക് മെയ്ഡ് വാങ്ങിയാലും മതി. അപ്പോൾ അതിന് പകരമാണ് ഇപ്പോൾ നമ്മളിത് അടുപ്പത്ത് വെച്ച് ഒന്ന് വെള്ളം വറ്റിച്ചെടുത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കണ്ടൻസ് മിൽക്ക് ആക്കി എടുക്കുക. അത്രയും ചെയ്യുന്നുള്ളൂ. ഒക്കെ ഇപ്പോൾ നമ്മൾ വാങ്ങിയിട്ട് ഇടുകയാണെങ്കിൽ ഐസ്ക്രീം വാങ്ങിയാൽ പോരാ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. നമ്മളിവിടെ അച്ചൂസിന് ഇടയ്ക്ക് ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ്. അച്ചൂസിന് എല്ലാവർക്കും കഴിക്കും. പഞ്ചസാര നോക്കിയിടുക, ആളുകളുടെ മധുരത്തിൻ്റെ ആവശ്യം അനുസരിച്ച്. അതായത് മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം. അപ്പോൾ ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് അടി പിടിക്കാതെ ഇളക്കിയെടുക്കണം. ആ ചുമതല ഞാൻ ആദ്യം തന്നെ ഏൽപ്പിക്കുന്നുണ്ട്. അത് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ടെൻഡർ കോക്കനട്ട് ഒന്ന് ശരിയാക്കിയെടുക്കാം. ഇത് ടെൻഡർ കോക്കനട്ടിൻ്റെ മൂത്ത ഭാഗങ്ങൾ മാത്രം മിക്സിയുടെ ചെറിയ ജാറിലാക്കിയതാണ്. ഇളവൻ പീസുകളൊക്കെ ഇതിലുണ്ട്. പാലിൻ്റെ ഈ പാക്കറ്റ് ഉണ്ടല്ലോ, ഇത് കളയണ്ട. ഇതുകൊണ്ട് ആവശ്യമുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ഇളനീരിൻ്റെ കുറച്ച് മൂപ്പുള്ള ഭാഗങ്ങൾ ആദ്യം ഇടാൻ പറഞ്ഞത് അത് അടിയാൻ കുറച്ച് പ്രയാസമുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് അതിന് ശേഷം കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്നുകൂടി അടിച്ച് കഴിഞ്ഞാൽ നന്നായി അടിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് വീണ്ടും ഒന്ന് തുറന്നതിന് ശേഷം 2 സ്പൂൺ പഞ്ചസാര ഇട്ടതിന് ശേഷം കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് വീണ്ടും അടിക്കുക. അപ്പോൾ നന്നായി അടിക്കണം. അപ്പോൾ നന്നായി അടിച്ച് നല്ല ക്രീം പരുവത്തിലാവും. അതിന് ശേഷമാണ് നമ്മൾ മാറ്റി വെച്ച ആ ടെൻഡറായിട്ടുള്ള ഇളനീർ കാമ്പുകളുണ്ടല്ലോ അത് ഇടേണ്ടത്. അത് കുറച്ച് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുക്കുക. ഇതെന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ പീസുകളില്ലേ സോഫ്റ്റ്,
അതിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പീസുകളൊക്കെ കിടക്കും. അത് നമുക്ക് തന്നെ കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുമല്ലോ. അതിനായിട്ട് ഇപ്പോൾ ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാലിലേക്ക് പോകാം. പാലവിടെ എന്താണ് അടി പിടിക്കാണ്ടിരുന്ന ഭാഗ്യം. പാലളക്കൽ തകൃതിയിൽ നടക്കുകയാണ് ഇവിടെ. എന്തായി ആയി വരുന്നേ ഉള്ളൂ. പിന്നെ ഇതിന് വേറൊരു ട്രിക്കും കൂടെ ഉണ്ട്. കുറച്ച് പാൽപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടിയാവും. അതൊന്നും ചെയ്യേണ്ട, ഇത് വെച്ച് തന്നെ ഇളക്കി നോക്കാം നമുക്ക്. പിന്നെ പാല് കുറവാണെങ്കിൽ കുറച്ച് പാൽപ്പൊടി ചേർത്താലും മതി. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് വേണ്ട സാധനം ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ ഐസ്ക്രീമിൻ്റെ സ്ട്രക്ചർ വരുത്താൻ. അത് ഈ ഒരു സാധനമാണ് വിപ്പിംഗ് ക്രീം. ഇത് വെച്ചാണ് നമുക്ക് ആ ഒരു കറക്റ്റ് സ്ട്രക്ചർ കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് പ്രീമിയം ഡയറി ഫ്രീ ടോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടാണ്. പ്രീമിയം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വില കൂട്ടി കാണാനുണ്ട്. MRP 210 രൂപയാണ് കാണുന്നത് എന്നാണ് എടുത്തിട്ടുള്ളത്. മുന്നേ ഞാൻ വേറെ കമ്പനിയുടെ വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് തണുപ്പ് പോകാൻ കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് ഇത് വെച്ച് ഒന്ന് കലക്കിയെടുക്കണം. ബീറ്റർ വെച്ചൊന്നും കലക്കണ്ട, ബീറ്റർ ഇല്ലാണ്ട് തന്നെ ചെയ്യാം. 1 ലിറ്റർ പാലിപ്പോൾ നമ്മൾ കണ്ടൻസ് മിൽക്കാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഒരു അര എടുത്തിട്ടുണ്ടാവും. ഇതൊന്ന് അരയോളം. കാരണം ഇതിൽ വിപ്പിംഗ് ക്രീമിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഐസ്ക്രീമിൽ വിപ്പിംഗ് ക്രീമിൻ്റെ ടേസ്റ്റ് വരും. കുറഞ്ഞു കഴിഞ്ഞാൽ പാലിൻ്റെ ടേസ്റ്റ് വരും. പാലിൻ്റെ ടേസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, നല്ല അമൂലിൻ്റെ പാലാണെന്ന് എഴുതിക്കോളും, അല്ല അമൂൽ ഐസ്ക്രീമാണെന്ന് എഴുതിക്കോളും. ഇനി ഇത് നമുക്ക് ഈ വിസ്ക് വെച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കേക്കിന് ബീറ്റ് ചെയ്യുന്ന പോലെ അത്ര ഇങ്ങോട്ട് എടുത്ത് ടൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു പാകത്തിന് എത്തിക്കഴിഞ്ഞാൽ കാണിച്ചു തരാം. ബീറ്ററില്ലെങ്കിലേ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടേണ്ടി വരും. ഇതാ ഈ ഒരു സ്ട്രക്ചർ മതി. ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവം. ഇനി കൂടിക്കഴിഞ്ഞാൽ നമ്മളെ കേക്കിൻ്റെ വിപ്പിംഗ് ക്രീമിൻ്റെ പരുവം. അച്ചൂസ് ഉറങ്ങിയിട്ട് ചെയ്യാന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. അവൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ക്ഷമയില്ല. അവൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കും. പിന്നെ ഇത് കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് നാളെ എടുക്കുക. കേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അരമണിക്കൂർ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് ജസ്റ്റ് ഒന്ന് എടുക്കാം. ഇത് നാളെ എടുക്കുള്ളൂ. അപ്പോൾ അതുള്ള ക്ഷമയൊന്നുമില്ല അവൾക്ക്. അവളിത് കഴിച്ച് തീർക്കും. പിന്നെ കരച്ചിലായി പിഴിച്ചിലായി. അപ്പോൾ അവൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന മുമ്പ് എല്ലാം സെറ്റായി ഫ്രിഡ്ജിൽ കയറ്റണം, ഫ്രീസറിൽ കയറ്റണം. ഇപ്പോൾ നല്ല കണ്ടൻസ് മിൽക്ക്, നമ്മുടെ മിൽക്ക് മെയ്ഡില്ലേ അതിൻ്റെ ആ പരുവമായിട്ടുണ്ട്. നമുക്ക് എത്ര വെള്ളം കളയാൻ പറ്റുന്നോ അത്രയും കട്ടി കൂട്ടി കൊണ്ടുവരിക. വെള്ളം നമ്മുടെ ഐസ്ക്രീമിന് നല്ലതല്ല. അപ്പോൾ പാല് വേണം, വെള്ളം വേണ്ട. കണ്ടൻസ് മിൽക്ക് ഇത്രയൊന്നും പണിയില്ല. ഒരു മിൽക്ക് മെയ്ഡ് വാങ്ങിയാൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് നമ്മുടെ ടെൻഡർ കോക്കനട്ട് പിന്നെ വിപ്പിംഗ് ക്രീം, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം അടിപൊളി. ഇത്രേ ഉള്ളൂ പണി. പക്ഷേ ഇതൊക്കെ ആക്കിയെടുക്കാനാണ് പണി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ 2 സാധനങ്ങൾ മസ്റ്റായിട്ട് വേണ്ടതാണ്. കംപ്ലീറ്റ്, അതായത് പാലും, അതായത് കണ്ടൻസ് മിൽക്കും, പിന്നെ നമ്മുടെ ടെൻഡർ കോക്കനട്ട് അരച്ചതും കംപ്ലീറ്റ് ആയിട്ട് വേണം. പിന്നെ വിപ്പിംഗ് ക്രീം നമ്മൾ നോക്കി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ചിലപ്പോൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഇനിയും കലക്കേണ്ടി വരും. വേറെ കലക്കി ഇതിൻ്റെ കൂടെ ഇട്ട് കലക്കിയിട്ട് കാര്യമില്ല, വേറെ കലക്കണം. ഇനി നമുക്കിതിൽ കുറേശ്ശെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് നോക്കാം. ക്രീം കുറച്ച് കട്ടയായി, ഇത്ര കട്ടാക്കേണ്ട ആവശ്യമില്ല. ഇത് ഇളക്കും തോറും കട്ടയായിക്കൊണ്ടിരിക്കും. ഇതിൽ ചേർത്താൽ ശരിയാവും, പക്ഷേ എത്ര വേണ്ടിയിരുന്നില്ല. ഇനിയും ചേർക്കാം. മിക്സിങ് നന്നായി മിക്സ് ചെയ്യണം. ഇത് മിക്സിങ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലടി കിടക്കും, വിപ്പിംഗ് ക്രീം മുകളിൽ വരും. അപ്പോൾ ഇത് നന്നായി മിക്സ് തന്നെ വേണം. ബീറ്ററിൻ്റെ ആവശ്യമില്ല, കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. ബീറ്റർ ആയാലും ഓവറാവും. ഞാനിത് വിപ്പിംഗ് ക്രീം നോക്കി ആഡ് ചെയ്യണം എന്ന് പറഞ്ഞത്, വിപ്പിംഗ് ക്രീം ഇത് ടേസ്റ്റ് നോക്കുക. ടേസ്റ്റ് നോക്കി നല്ല ടെൻഡർ കോക്കനട്ടിൻ്റെ ഫ്ലേവറൊക്കെ നല്ല നിൽക്കുന്നുണ്ട്, പാലിൻ്റെ നല്ല നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. വിപ്പിംഗ് ക്രീമിൻ്റെ ടേസ്റ്റ് ഇതിൽ മുന്നിട്ട് നിൽക്കരുത്. അപ്പോൾ അതുവരെയൊക്കെ നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വിപ്പിംഗ് ക്രീം എടുത്തു. അപ്പോൾ ഇതിൽ 1 ലിറ്റർ അല്ല 1 kg എടുത്തതിൽ ഇത്ര ബാക്കിയുള്ളൂ. ബാക്കി ഇത്ര എടുത്തു. പക്ഷേ ഇതിൽ ഫുൾ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. 1 kg. അപ്പോൾ ഒരു അരയൊക്കെ കുറച്ച് കൂടുതൽ, 3/4 എടുത്തിട്ടില്ല, അത്ര ഇതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് നോക്കാം. ഇതിനാണ് ഞാൻ പാലിൻ്റെ പാത്രങ്ങൾ കളയരുതെന്ന് പറഞ്ഞത്. ഇത് അര ലിറ്ററിൻ്റെയാണ്. 1/2 ലിറ്ററിൻ്റെ 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിൽ കൊണ്ടിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ പാത്രത്തിലാക്കാം. കട്ടി കൂടിപ്പോയി, അതാണ് ഇതിലേക്ക് ഒഴുകി ഇറങ്ങാത്തത്. നല്ല വിപ്പിംഗ് ക്രീം അത്ര കട്ടിയാകാൻ പാടില്ല എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ടേസ്റ്റിന് വ്യത്യാസം വരില്ല. ഇത് ഫുള്ളായിട്ട് വെക്കരുത്, കുറച്ച് കമ്മിയാക്കി വയ്ക്കുക. കാരണം ഇത് ഐസായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബൾജാവും. അപ്പോൾ അതെ 3 പാത്രത്തിലേക്ക് സെറ്റായിട്ടുണ്ട്. ഇത് വെറുതെ. അപ്പോൾ 1.5 ലിറ്റർ കിട്ടിയിട്ടുണ്ട് നമുക്ക്. 1 ലിറ്റർ പാല് വെച്ചിട്ട് അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് സീൽ ചെയ്യണം. നന്നായി സീൽ ചെയ്യണം, അടച്ചു വെക്കണം, നന്നായി ടൈറ്റാക്കി ഒട്ടിക്കുക. ഇതൊരു പേപ്പർ ടാപ്പാണ്.
അപ്പോൾ അതേ 3 സെറ്റ് ഒന്ന് ഇങ്ങനെ തട്ടി കൊടുക്കണം കേട്ടോ വെച്ച് കഴിഞ്ഞാൽ. അതെന്ന് വെച്ചാൽ നേരെ ഫുള്ളായി ഇറങ്ങിയിരിക്കാനാണ്. 3 സെറ്റായി. ഇനി ഇത് ഫ്രീസർ കയറ്റി നാളെ എടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ഡേ നാളെ കാണാം. ആഹാ അപ്പോൾ നെക്സ്റ്റ് ഡേ അച്ചൂസ് ഉണർന്ന് നിൽക്കണ ഇന്നലത്തെ അതേ സമയം. അച്ചൂസ് ഒന്ന് ഉച്ചയ്ക്ക് ഉറങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതിന് മുന്നെയാണ് അച്ചൂസിനൊരു സമ്മാനമുണ്ട്, ഒരു സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നിർത്തിക്കുകയാണ്. എന്താ വേണ്ട എനിക്ക്? ചപ്പയിച്ച്. എന്താണെന്ന് അറിയോ? എന്താണ് അറിയോ? ആലോചിച്ച് നോക്ക്. ഒന്ന് ഇളഞ്ഞ് വെറുതെ പറയാം. എന്താണെന്ന് നിനക്ക് അറിയോ? ആര് പറഞ്ഞു? അയച്ചീമൊന്നല്ല, നേരത്തെ പറയാണ്. എന്തോ ഒരു ചെറിയ സൂചന അവൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അവൾക്ക് അറിയില്ല എന്താണെന്ന്. നമുക്ക് നോക്കാം. ഇവൾ ഉണ്ടാകുമ്പോൾ ഞാൻ ഉണ്ടാക്കൽ നടക്കൂല എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ തന്നെ കണ്ടത് കുറച്ചൊന്ന് അറിഞ്ഞപ്പോഴേക്കും അവൾക്ക് ഒരു സർപ്രൈസ് തരാന്ന് പറഞ്ഞപ്പോഴേക്കും അവളെ സർപ്രൈസ് താരുണ്ട്, സ്വരം തരുന്നില്ല. അപ്പൊ നമുക്ക് എടുക്കാം. അതെന്താണ്? ഇതെന്താണ്? എന്താണ്? അച്ചീമോ? തൊട്ടോക്ക്. അച്ചീമാണെങ്കിൽ തണുപ്പുണ്ടോ? അപ്പൊ അവൾക്കറിയാം ഞാൻ ഇതിൽ തന്നെയാണ് ചെയ്യാറ്. അപ്പൊ അവൾക്ക് ഇത് എന്താ സംഭവം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുറന്നു നോക്കാം. കുറച്ചു നേരം പുറത്തിരിക്കട്ടെ. ഒരു പ്ലേറ്റ് ഒരു ചെറിയ സ്പൂൺ തായോ ഇപ്പൊ തന്നെ. ഇത് തുറക്കണ്ടേ? അപ്പൊ തുറന്നോട്ടെ. ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കൽ മസ്റ്റാണ്. അത് നമുക്ക് നോക്കി. നോക്കിയൊക്കെ നല്ല രസം ഉണ്ടല്ലേ? അയച്ചീമാണ്. അപ്പോഴാണ് സമാധാനം ആയതോൾക്ക്. നമുക്കിത് കുറച്ച് നോക്കാം. ഇതിൽ വേണോ? ബോളില് ഇതിൽ മതിയോ? കറക്റ്റ് ഐസ്ക്രീമിന്റെ ആ ഒരു ഫോം വന്നിട്ടുണ്ട്. ടേസ്റ്റ് എങ്ങനെയുണ്ട് ടേസ്റ്റ്? കൊച്ചു വെച്ചായിട്ടോ. കണ്ടാ? കഴിച്ചു നോക്കട്ടെ. ഇത് എന്താ ഐസ്ക്രീം? എന്തിന്റെ ടേസ്റ്റാ വരുന്നത്? എന്തിന്റെ ടേസ്റ്റ് വരുന്നത്? എന്തിന്റെ ടേസ്റ്റാ വരുന്നത് വെച്ചാൽ ഫ്ലേവർ വരുന്നുണ്ടോ നോക്കട്ടെ. കുറച്ച് തണുപ്പ് പോയിട്ട് കഴിക്കാൻ നല്ലത്. നല്ല കട്ടയാണ്. കഴിച്ചോട്ടെ. ടെൻഡർ കോക്കനറ്റിന്റെ ഫ്ലേവർ നല്ല വരുന്നുണ്ട്. അച്ചൂസേ, ഇത് ഐസ്ക്രീമിന്റെ കൂടെ എന്തിന്റെ ടേസ്റ്റാ വരുന്നത്? വേറെ എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടോ? ടെൻഡർ കോക്കനറ്റ് ടേസ്റ്റ് ഒക്കെ അറിയില്ല. തേങ്ങയുടെ ടേസ്റ്റ് ഉണ്ട്. തേങ്ങയുടെ കണ്ട. അടിപൊളി. ഞാൻ മാത്രം അടിപൊളി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ. നമുക്ക് വേറെ കുറച്ച് പിള്ളേർക്ക് കൊടുത്തു നോക്കാം. അപ്പോൾ അതേ അച്ചൂസിൻ്റെ ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ട് കഴിക്കാൻ ഐസ്ക്രീം. ശിവതാത്ത, ഇത് ശിവ, ഇത് അനു. എങ്ങനെയുണ്ട് ശിവ? ശിവ മെല്ലെ നിന്നാ മതി. അനു നല്ല അഭിപ്രായം പറയാൻ. ടേസ്റ്റ് ഉണ്ടോ? എന്തിന്റെ ടേസ്റ്റാ വരുന്നത് അറിയാൻ പറ്റുമോ? എന്ത് ഐസ്ക്രീമാണെന്ന് അറിയോ? വാനിലല്ല, വെള്ള കളർ എന്താണ്? വാനിലയുടെ പറഞ്ഞില്ലേ? ഞാൻ ഉണ്ടാക്കിയാണ്ടോ? എങ്ങനെയുണ്ട്? വാനില അല്ല കേട്ടോ, ഇളനീരിൻ്റെയാണ്. ഇളനീര്. ശിവക്കറിയോ?
അപ്പോൾ ഐസ്ക്രീം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയുള്ളൂ. വിപ്പിംഗ് ക്രീം മാത്രമേ ഉള്ളൂ. വിപ്പിംഗ് ക്രീം ഇപ്പോൾ എല്ലാവരും കേക്കൊക്കെ ചെയ്യുന്ന കാരണം വീട്ടിലുണ്ടാവുന്ന വരുന്നു. അപ്പോൾ ഇത് 100% ഹെൽത്തി ആണെന്ന് നമുക്ക് ഞാൻ പറയില്ല. കാരണം ഇതിൽ വിപ്പിംഗ് ക്രീം ഇപ്പോൾ കണ്ട പാലിൻ്റെ കളറേ ഉള്ളൂ. വിപ്പിംഗ് ക്രീം പാലൊന്നുമല്ല. ഇറ്റ്സ് നോട്ട് എ ഡയറി മിൽക്ക്, ഇറ്റ്സ് നോട്ട് എ ഡയറി പ്രൊഡക്റ്റ് എഴുതിയിട്ടുണ്ടാവും. ഇതൊരു പാലുൽപ്പന്നം അല്ല എന്ന് എഴുതിയിട്ടുണ്ടാവും. കണ്ട പാൽ പോലെ ഇരിക്കും. പക്ഷേ ആ ഒരു ഫോം വരുത്താൻ ഇതാണ് നല്ലത്. പിന്നെ ഡയറി പ്രൊഡക്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഉണ്ട് കേട്ടോ. അമൂലിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് അവൈലബിൾ അല്ല. അത് കിട്ടി അത് വെച്ചും ട്രൈ ചെയ്ത് നോക്കണമെന്ന്. പക്ഷേ എത്രത്തോളം ശരിയാവുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഐസ്ക്രീമിനൊക്കെ നന്നാവുമെന്ന് കരുതുന്നു. കാരണം അതിലെന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. സംഭവം അടിപൊളിയാണ്. നല്ലൊരു റിച്ച് ഐസ്ക്രീമിൻ്റെ, അതായത് അമൂലിൻ്റെ ഒക്കെ ഐസ്ക്രീം എന്ന് പറയുന്നത് നല്ലൊരു പാലിൻ്റെ ഒരു കട്ടിപ്പ് നിൽക്കുന്നൊരു ഐസ്ക്രീം. അതുപോലത്തെ ഒരു ടേസ്റ്റാണ് നമുക്കിത് വരുന്നത്. കഴിഞ്ഞോ? ഇനിയും വേണോ? നെക്സ്റ്റ് ഡേ കേക്ക് നമുക്ക് പരീക്ഷിക്കാൻ കിട്ടിയത് അസ്നാനെയാണ്. ഐസ്ക്രീം നമ്മൾ ട്രസ്ലെസ് കേക്കിൻ്റെ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഓർമ്മയിലാണ്. കഴിച്ചു നോക്കാം അസ്ന. കഴിച്ചിട്ട് എന്തിൻ്റെ ഫ്ലേവറാന്ന് പറയാൻ പറ്റും? കോക്കനട്ടോ? ഇതിലൊക്കെ അച്ചൂസാണല്ലോ. എന്ത് കോക്കനട്ട്? കോക്കനട്ട് തന്നെ. എന്ത് കോക്കനട്ട്? യെസ്, അങ്ങനെ പറയും. ഇളനീര് എന്ന് പറയും. മറ്റേ എങ്ങനെയുണ്ട്? ആദ്യം കഴിച്ചോ? ആദ്യം ഒന്നും കഴിച്ചോ? കഴിക്ക്. അപ്പൊ ഇന്ന് വീഡിയോ എടുത്തത് ഇത് നെക്സ്റ്റ് ഡേ ആണ്. അതിന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അസ്ലാനൊക്കെ ഒന്നാണ് കിട്ടിയത്. അസ്ല അവിചാരിതമായി വന്നു വിട്ടതാണ്. കടയിൽ നിന്ന് പിടിച്ചതല്ല, ഉണ്ടാക്കിയതാ, പറ്റിച്ചതല്ല. വീഡിയോ അപ്പൊ കണ്ടോ. നമ്മുടെ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടമായി തീർന്നു. കഴിച്ചിട്ടില്ലല്ലോ. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി തീർന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. എപ്പോഴെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വേണ്ടി കാണുമ്പോൾ അതുവരേക്കും ബൈ. ഓഫാക്കല്ലേ അവള് പറയില്ല. പിന്നെ എനിക്കാണെങ്കിൽ ഈ ഐസ്ക്രീമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല തണുപ്പോടെ കഴിക്കുകയും ചെയ്യും. പിന്നെ ഈ തണുപ്പ് കാലത്ത് തൊണ്ടൊക്കെ പ്രശ്നമാകുമല്ലോ. കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും. അപ്പോൾ എന്ത് ചോദിച്ചാൽ നല്ല ചൂടുള്ളൊരു വെള്ളം ഒരു ഗ്ലാസ്സിന് കുടിക്കുന്നത് കഴിഞ്ഞാൽ 1-2 ഗ്ലാസ് ഈ തണുപ്പൊക്കെ ഒന്നങ്ങോട്ട് ഉരുകി ഇറങ്ങി പോണ രീതിയിലും ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഉഷാറാണ്. അല്ലെങ്കിൽ തൊണ്ടവേദന മസ്റ്റാണ്. രാത്രിക്ക് കിടക്കുമ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ രാവിലേക്ക് തൊണ്ടവേദന ഉറപ്പാണ് ഫാനിൻ്റെ അടിയിൽ കിടന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊരു ടിപ്പാണ്. പലർക്കും അറിയാതിരിക്കാറ്. അച്ചൂസ് അടക്കം ട്രൈ ചെയ്യാറുണ്ട് അല്ലേ? ഇപ്പോൾ തൊണ്ടവേദന എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കയറ്റും കൂടി ഇല്ല. കൊറോണ ടെസ്റ്റ് കഴിഞ്ഞിട്ടേ കയറ്റുള്ളൂ.